ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 20ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി ആൻഡ് ഗവർണൻസ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എക്കണോമിക് ജസ്റ്റിസ് ആസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ നല്ല സതുദ്ദേശത്തോടു കൂടി എഴുതി വച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിലൊന്നായ എക്കണോമിക് ജസ്റ്റിസ്. നമുക്കിങ്ങനെ പറയാം, നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ NDA ഗവൺമെൻറ്റും വളരെ കഷ്ടപ്പെട്ട് ഇന്ത്യയിലെ 1% ജനങ്ങളുടെ കയ്യിൽ നമ്മുടെ 40% വെൽത്ത് കൊണ്ട് നൽകിയ, വളരെ മഹത്തായി അവർ വളരെ സത്യസന്ധമാക്കി നടപ്പിലാക്കിയ എക്കണോമിക് ജസ്റ്റിസ് അല്ലെങ്കിൽ സാമ്പത്തിക നീതി നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ദ പ്രിയാമബിൾ ആൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിലുമാണെന്നാണ് ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ദ പ്രിയാമബിൾ ആൻഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളിലുമാണെന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, നമ്മുടെ മൗലിക അവകാശങ്ങളിലും നിർദ്ദേശക തത്വങ്ങളിലും കൂടിയാണ് എന്നാണ് മൂന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. നാലാമത്തെ ഓപ്ഷനിൽ പറയുന്നത് നൺ ഓഫ് ദ എബോ ആണ്. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ ഉത്തരം വരിക? വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനിങ്ങനെ പറയാം. നമുക്ക് ഉറപ്പായും നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ എഴുതി ചേർക്കാറുള്ളത്. അതായത് മൗലിക അവകാശങ്ങളല്ലേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് ലഭിച്ചിരിക്കണം. നമുക്ക് എക്കണോമിക് ജസ്റ്റിസ് അല്ലെങ്കിൽ സാമ്പത്തിക നീതി നമുക്കങ്ങനെ ലഭിക്കാറുണ്ടോ? എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാനായിട്ട് സാധിക്കുമോ? ഇല്ല. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഈ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നീതി അല്ലെങ്കിൽ എക്കണോമിക് ജസ്റ്റിസ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്കത് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയിൽ പോയി നമുക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരാരും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ചേർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് കളയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും പോകും, അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ സിയും പോകും. പിന്നെ ഉള്ളത് ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ ഡിയുമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 3 ജസ്റ്റിസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 ജസ്റ്റിസ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നൺ ഓഫ് ദ എബോയും ആൻസർ ആകുമോ? ഇല്ല. അതിനെന്താ കാരണം? നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയിലും ഇതേ കാര്യം പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? നമുക്കൊരു ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സൃഷ്ടിക്കുക. അതെങ്ങനെയാണ്? നമുക്ക് സോഷ്യലും അതുപോലെ തന്നെ എക്കണോമിക്കുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ജനാധിപത്യം, അതായത് സോഷ്യൽ ഡെമോക്രസി അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്കണോമിക് ഡെമോക്രസിക്ക് അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുകയാണ് നമ്മുടെ DPSPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളിലുമാണ്. അപ്പോൾ അതുകൊണ്ട് നൺ ഓഫ് ദ എബോയും അല്ല ആൻസർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ, കൂറുമാറ്റ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ഷെഡ്യൂളിലാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇവിടെ, അതായത് നമ്മൾ ഈ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഇതിനു മുന്നുള്ള പല സീരീസുകളിലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ടിയേഴ്സ് ഓഫ് ദ ഓൾഡ് PM. ഓൾഡ് PMൽ ഡി എത്രാമതാണ് വരുന്നത്? 10ാമത്. D4 എന്താണ്? ഡിഫെക്ഷൻ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വിട്ട് വരും? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 10th ഷെഡ്യൂളാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇതുവരെ ആരും ടിയേഴ്സ് ഓഫ് ദ ഓൾഡ് PM ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ എടുത്തു വെക്കുക കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ 1985 52ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് നമ്മുടെ 10ാമത്തെ ഷെഡ്യൂൾ ചേർക്കപ്പെട്ടത്. ഇതിനെയാണ് നമ്മൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത് ഈ ഒരു കാര്യത്തെയാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന പേരിൽ. അപ്പോൾ ഇതിനകത്ത് 2 കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 10ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്?
1985 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അടുത്തൊരു ചോദ്യം വരുവാണ്, 52-ാം ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 52-ാം ഭരണഘടനാ ഭേദഗതി ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റൊരു ചോദ്യം വരുവാണ്, ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 52-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ. അതായത് സാർവദേശീയമായിട്ടുള്ള സമാധാനവും സുരക്ഷയുമൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് എഴുതി ചേർത്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ അടുത്ത് ചുരുക്കത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിലാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലാണ് അല്ലെങ്കിൽ നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിലാണ്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് 9th ഷെഡ്യൂളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അതിനുമ്പോൾ 9th ഷെഡ്യൂൾ. എന്താണ് 9th ഷെഡ്യൂൾ? എല്ലാണ് വരിക. L4 എന്താണ്? ലാൻഡ് റീഫോംസ് ആണ്, ഭൂപരിഷ്കരണ നിയമമൊക്കെയാണ് 9th ഷെഡ്യൂളിൽ വരിക. ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 51 നമ്മുടെ ഈ ഒരു കാര്യം ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ DPSPയിൽ ആർട്ടിക്കിൾ 51 അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്, ദ പ്രൊവിഷൻസ് ഇൻ ദ 5th ഷെഡ്യൂൾ ആൻഡ് 6th ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ മെയ്ഡ് ഇൻ ഓർഡർ ടു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 5ാമത്തെയും അതുപോലെ തന്നെ 6ാമത്തെയും ഷെഡ്യൂള് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചുരുക്കത്തിൽ നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത്രയും നേരവും നമ്മൾ ഷെഡ്യൂൾസിനെ കുറിച്ച് വിവിധ ക്ലാസ്സുകളിലും ഇത്രയായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. 5ാമത്തെ 6ാമത്തെ ഷെഡ്യൂൾ എന്തിനാണ്? നമ്മുടെ ഷെഡ്യൂൾ ട്രൈബുകളുടെ ഇൻട്രസ്റ്റുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് 5ാമത്തെയും 6ാമത്തെയും ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്നത്. അതായത് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 5ഉം 6ഉം ഷെഡ്യൂളുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 5ാമത്തെ ചോദ്യം ഇതാണ്, ഹൂ ഓർ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ ആരാണെന്നാണ് ചോദ്യം. കസ്റ്റോഡിയൻ്റെ എക്സാക്ട് മലയാളം വേർഡ് എന്താ? സംരക്ഷകൻ എന്നാണെന്ന് തോന്നുന്നു. സംരക്ഷകൻ ഓർ പരിപാലകൻ, സംതിങ് ലൈക്ക് ദാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആരാണ്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണോ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണോ, ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണോ, അതോ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണോ? ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഉത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് തീർക്കുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ആണ്. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.